ഇനി ഞാൻ രാത്രിയും ഷെഫ് പിള്ളേൻ്റെ തന്നെ റെസിപ്പി, ഇന്ന് ഫുള്ള് ഞെട്ടിക്കൽ തന്നെ ഷെഫ് പിള്ളേൻ്റെ കൊടുത്തിട്ട് ഉച്ചക്കത്തെ കഴിച്ച് ദഹിച്ചില്ല. അപ്പോഴത്തേക്ക് രാത്രിയത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടി തുടങ്ങി. ഇതൊക്കെ ആലോചിച്ചാൽ മതിയില്ല, മറ്റേ തേങ്ങാപ്പാലിൽ വെളിച്ചെണ്ണയും കറിവേപ്പിലയിലും ഒഴിച്ച് കുറുക്കിയെടുത്തൊരു സാധനം അതെങ്ങനെ ഉണ്ടാവും. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വന്നത്, ഒന്നല്ല 2 റെസിപ്പി ഉണ്ട്. ഇന്ന് ഫുൾ ഡേ ഞാൻ ഷെഫ് പിള്ളേൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും നാസ്തക്കും അതുപോലെ ചോറിനും നമ്മുടെ രാത്രിയത്തെ ഭക്ഷണത്തിനും എല്ലാം അതായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഞാൻ അതായത് മെയിൻ കോഴ്സിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന കറികളോ അല്ലെങ്കിൽ ഫ്രൈകളോ ഉണ്ടാവില്ലേ, അത് ഷെഫ് പിള്ളേൻ്റെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മാപ്പിളക്ക് ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫറുവിന് ഭയങ്കര ഇഷ്ടമാണ് ഷെഫ് പിള്ളേൻ്റെ റെസ്റ്റോറൻറ്റിൽ പോകണം, അവിടുത്തെ ഫുഡ് കഴിക്കണം, സ്പെഷ്യൽ ഫിഷ് നിർവാണ അതൊക്കെ കഴിക്കണം എന്ന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നാട്ടിൽ കുറേ നിൽക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട്, കുട്ടി പ്രായം ഇപ്പോൾ ഓടി ദുബായിലേക്ക് വന്നതല്ലേ, അപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് മുന്നേ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, നമുക്ക് അവിടെ പോകണം, ഷെഫ് പിള്ളേൻ്റെ ഉമ്മാക്കും ഭയങ്കര ഇഷ്ടം, ഫറുവിൻ്റെ ഉമ്മാക്കും ഭയങ്കര ഇഷ്ടം, അപ്പോൾ അവിടെ പോകണം, നമുക്ക് അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. പക്ഷെ നമുക്കതിന് സമയം കിട്ടിയിട്ടില്ല. കാരണം കല്യാണം കഴിഞ്ഞ പാടെ തന്നെ ഫറു ഇങ്ങോട്ടേക്ക് വന്നിട്ട് പിന്നെ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം സർപ്രൈസ് ആയിട്ട് ഷെഫ് പിള്ളേൻ്റെ റെസിപ്പി ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ ഇത് കഴിക്കാതെ കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് വരുമോ എന്നറിയില്ല. ഇത് ഞാൻ മെയിനായിട്ട് ഞാൻ കുറേ ചാനലൊക്കെ നോക്കിയതാണ്. ചാനലിൽ നമുക്ക് ഇൻ്റർവ്യൂസ് എല്ലാം ഉണ്ടാവില്ലേ, ഷെഫ് പിള്ളേൻ്റെ ഇൻ്റർവ്യൂസിൽ അവർ തന്നെ ഇങ്ങനെ ഓരോ റെസിപ്പി ഇങ്ങനെ പറയും. മത്തിനെ കൊണ്ട് ഉണ്ടാക്കുന്നത് പറയും, പിന്നെ ചെമ്മീനെ കൊണ്ട് ഉണ്ടാക്കുന്നത് പറയും, അങ്ങനെ ഓരോന്നോരോന്ന് പറയലുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വന്നത്. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ നല്ല മത്തി വെച്ചിട്ട്. മത്തി ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, കണ്ണിന് നല്ലതാണ്, കുറേ പ്രോട്ടീൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ എന്തെല്ലാം പ്രോട്ടീൻസ് എന്നൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല, ചെറുതായിട്ട് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. അപ്പം ഞാൻ ഇന്ന് ഫസ്റ്റത്തെ റെസിപ്പി ഉച്ചക്കത്തെ ചോറിന് ഉണ്ടാക്കുന്നതാണ്. എനിക്ക് ഓർമ്മയില്ല സംഭവത്തിൽ, ഇന്ന് ലീവാണ് ഫറുവിന്. അപ്പം ഞാൻ ഓൾറെഡി ഫുഡ് ഉണ്ടാക്കി വെച്ച് പോയി. അതായത് ഫ്രൈഡ് റൈസ് പോലെ ഞാനിങ്ങനെ ക്യാരറ്റും സോയാബീനും ഒക്കെ ഇട്ടിട്ട് ഒരു റൈസ് ഉണ്ടാക്കിന് ഉച്ചക്കേക്ക്. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് മത്തി കൊണ്ട് തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു നേരെ നമുക്ക് ഈ റെസിപ്പിയും കൂടി അതിൽ കൊടുക്കാമെന്ന് വെച്ചിട്ട് ആ ചോറിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിന്ന് മത്തി വെച്ചിട്ട്, മത്തി ഫ്രൈ ആണ്, പക്ഷേ ഇതിനെന്താ പറയുക, ഒരു ഡീപ്പ് ഫ്രൈ ചെയ്ത മത്തിയല്ല, സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെയല്ല, ഒരു മസാല പോലെയുള്ളൊരു ഐറ്റമാണ് മത്തിനെ കൊണ്ട്. അപ്പം പിന്നെ ഞാൻ കുറേ പറഞ്ഞ് ഇതാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മത്തിയാണ്. മത്തി ഞാൻ കഴുകി വൃത്തിയാക്കി നല്ല വരഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് നമ്മുടെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, അത് കുറച്ച് നല്ലോണം വേണം. അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയിലും വേണം, വെളിച്ചെണ്ണ വേണം. പിന്നെ പൊടികൾ ആവശ്യമുള്ളത് മഞ്ഞൾ, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. പിന്നെ നമുക്ക് അതിന് മെയിനായിട്ട് ഈ സാധനത്തിന് വേണ്ടത് പുളി. ഇത് ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും, നല്ല കട്ടിയുള്ള കുറച്ച് തേങ്ങാപ്പാലും വേണം. അപ്പം ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടത്. ഇത് പെട്ടെന്നാവും. ആദ്യം നമുക്ക് മസാല ചെയ്ത് വെക്കണം, അതായത് നമ്മുടെ മത്തിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മത്തി എന്ത് ചെയ്യാം, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി ഇടണം, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, അത് മിക്സ് ചെയ്യാൻ വേണം. ഈ മുളകെല്ലാം മത്തിൻ്റെ എല്ലാ ഭാഗത്തും പിടിച്ച് വരുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളുത്ത മത്തി ചുവന്ന മത്തിയായി മാറി. നമ്മുടെ മത്തിയെല്ലാം ഞാൻ നല്ലോണം മസാല പെരക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 to 10 മിനിറ്റ്സ് ഇതിനൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, ഓയിലല്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ പൊരിക്കുന്നതിന് ഞാൻ എന്തിനും ഇങ്ങനെ ഇളക്കി കൊടുത്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നെയ്യേ ഒഴിച്ചിട്ടുള്ളൂ. എല്ലാവരുടെയും ആ നെയ്യ് കൊണ്ട് തന്നെ ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മത്തി പൊരിയുന്ന സമയത്ത് ആ വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കുന്നത് കൊണ്ട് തന്നെ ആ വെളിച്ചെണ്ണൻ്റെ മണം നല്ലോണം ഉണ്ട്. ഒരു സൈഡ് അത്യാവശ്യം പൊരിഞ്ഞ് വന്നെന്ന് എനിക്ക് തോന്നുന്നു. പൊരിഞ്ഞു വന്നു. ഞാൻ മറിച്ചിടാം കേട്ടോ അതിന്. പിന്നെ മറിച്ചിടുമ്പം വളരെ സൂക്ഷിച്ച് മറിച്ചിടുക, കാരണം സോഫ്റ്റായ മീനായതുകൊണ്ട് ഏത് നിമിഷം പൊട്ടി 2 ഭാഗമായിട്ട് മാറാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മത്തി പൊരിക്കുന്ന സമയത്തായിരുന്നു ഇടേണ്ടത്, എനിക്ക് മറന്നുപോയി. അപ്പം അങ്ങനെ നമ്മുടെ മത്തി രണ്ടും നല്ലോണം 2 സൈഡും പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നു. ഇതേ
പാനിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് എല്ലാവരുടെയും ചുറ്റിച്ചിട്ട് കൊടുക്കാം. കറിയിലൊക്കെ ഇടുന്ന ഉലുവ കുറച്ചിട്ട് കൊടുക്കുക. കുറച്ച് മതി കേട്ടോ. ഉലുവ ഓവർ ടൈം വെക്കാൻ പാടില്ല, കരിഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉലുവ ഒന്ന് റെഡിയായി വന്നു. ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കുറച്ചിട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി, ഇത് ഞാൻ ചെറുതായിട്ട് പീസാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ഇഞ്ചിയും ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കാണ് വേണ്ടത്, ചതുക്കയല്ല വേണ്ടത്. ഒപ്പം തന്നെ നമ്മുടെ പച്ചമുളകും. ഇത് മൂന്നും നല്ലോണം വഴറ്റി കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന വരെ ഇതിനെ വാട്ടിയെടുക്കണം. ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മാത്രം മതി മല്ലിപ്പൊടി. ഇത് നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്കിനി കട്ട് ചെയ്ത് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളി ഇട്ട് നല്ലോണം ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. തക്കാളി ഇട്ട് നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലിട്ട് കൊടുത്ത് ഈ മസാലേനെ ഒന്ന് കുറുക്കിയെടുക്കണം. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഈ മസാലയിൽ ഇങ്ങനെ മിക്സ് ചെയ്തിടണം. തേങ്ങാപ്പാൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ എടുത്ത് വെച്ച പുളിയിൽ നിന്ന് കുറച്ച് പുളിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മത്തി ഇടണം. ഫ്രൈ ചെയ്ത് വെച്ച മത്തി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ആവശ്യം ഇങ്ങനെ ഈ മസാല നമുക്ക് ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ മേലയിലാക്കുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. മസാല എല്ലാം ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പൊട്ടിപ്പോകാൻ പാടില്ലേ. മത്തി ഇങ്ങനെ വെച്ച് ഇളക്കിയിട്ട് ഞാൻ നോക്കിയിട്ടും കണ്ടിട്ടാണ് ഇളക്കുന്നത്. എൻ്റെ ഇളക്കളി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പൊട്ടിപ്പോകും, പക്ഷെ പൊട്ടിയിട്ടില്ല. കുറച്ച് കറിവേപ്പില ഒന്ന് മേലെ തൂകിയിട്ട് നമുക്കിതിനെ അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് അടച്ചിട്ട് ആ ഒരു ആവി കയറിയിട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ എന്താ പറയുക, മത്തി പൊരിച്ച ഫ്രൈന്നോ അല്ലെങ്കിൽ മത്തി ഫ്രൈന്നോ എങ്ങനെ വേണ്ടിക്കും വിളിക്കാം, റെഡി ആയി തന്നെ. ഇനി ഞാൻ ഇതിനെ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. ഞാൻ ഈ മത്തിനെ സെർവ് ചെയ്യാൻ പോവാണ്. ഇതാ, മത്തിക്ക് എന്താണെന്നറിയില്ല, പാത്രത്തിൽ വീഴാൻ ഒട്ടും താല്പര്യമില്ല. അപ്പം നമ്മുടെ മത്തി ഫ്രൈന്നോ മത്തി റോസ്റ്റെന്നോ എങ്ങനെ വേണ്ടിക്ക് പേര് വിളിക്കാം. പക്ഷെ ഇത് ഷെഫ് പിള്ളേൻ്റെ റെസിപ്പിയാണ്. ആൾ ഇൻ്റർവ്യൂവിന് പറഞ്ഞ അതേ ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയത്. ഇന്ന് നല്ല സ്മെല്ലുണ്ട്. ആ തേങ്ങാപ്പാലും പുളിയും എല്ലാം മിക്സ് ചെയ്യുന്നതുകൊണ്ട് തോന്നുന്നു നല്ല സ്മെല്ലുണ്ട്. കഴിക്കാനും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ്. എന്തായാലും ട്രൈ ചെയ്യിക്കണം. മത്തിയൊക്കെ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന സാധനം, ഉച്ചക്ക് ഊണിനൊക്കെ. അപ്പോൾ നമ്മളിത് ഒരു ദിവസം വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കില്ലേ. പിന്നെ ഇത് മെയിനായിട്ട് ചപ്പാത്തി അല്ലെങ്കിൽ പിന്നെ ദോശ അങ്ങനത്തെ സാധനത്തിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും, കാരണം ഫ്രൈ ചെയ്ത ഐറ്റം ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫ്രൈഡ് റൈസ് പോലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ സാധനമായി. ഇനി ഞാൻ രാത്രിയും ഷെഫ് പിള്ളേൻ്റെ തന്നെ റെസിപ്പി, ഇന്ന് ഫുള്ള് ഞെട്ടിക്കൽ തന്നെ ഷെഫ് പിള്ളേൻ്റെ കൊടുത്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു രാത്രി ഇനി ചെമ്മീൻ വെച്ചിട്ടാണ് ഞാനൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അതും ഓൾമോസ്റ്റ് ഇതുപോലൊരു റോസ്റ്റ് പോലത്തെ ഒരു സാധനമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ചപ്പാത്തിക്ക് അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ചെമ്മീനാകുമ്പോൾ രാത്രി കഴിക്കാനും പറ്റത്തില്ലേ. എനിക്ക് മത്തി അങ്ങനെ എല്ലാ ടൈമും കഴിക്കാൻ എനിക്കിഷ്ടമല്ല. ഉച്ചക്ക് ചോറിനാണെങ്കിൽ കുഴപ്പമില്ല, പിന്നെ രാത്രിയും എല്ലാ നേരം മീൻ കഴിക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. കുറച്ചും കൂടി പച്ചക്കറി കഴിക്കാനാണ് ഇഷ്ടം. അപ്പം പിന്നെ നമുക്കിനി രാത്രി ഇനി അതുണ്ടാക്കുമ്പോൾ ഞാൻ അതിൻ്റെയും കൂടി ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ട് ഇട്ടേ. അപ്പം നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. രാത്രിയത്തെ ഭക്ഷണത്തിന് ഉച്ചക്കത്തെ കഴിച്ച് ദഹിച്ചില്ല, അപ്പോഴത്തേക്ക് രാത്രിയത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടി തുടങ്ങി. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വേനാട് പാൽ കൊഞ്ചൻ. ഇതാണ് ഷെഫ് പിള്ളേൻ്റെ രണ്ടാമത്തെ റെസിപ്പി. ഇതും ഞാനൊരു ഇൻ്റർവ്യൂ വീഡിയോയിൽ കണ്ടതാണ്. ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ചെമ്മീൻ വേണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്, കറിവേപ്പില, പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ കുറച്ച് വേണം, തേങ്ങാപ്പാൽ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ നമ്മൾ കോക്കനട്ട് ഓയിൽ. ഇത്ര ഐറ്റംസ് ഇതിന് വേണ്ടുള്ളൂ. അപ്പോൾ ആദ്യം എനിക്ക് ഈ ചെമ്മീനിനെ മസാല പെരക്കി വെക്കണം. അതിന് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി. ഇതിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മേലിലിട്ട് കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണയും. ഇതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്. ഞാനൊരു പാന്
ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുറച്ച് ടൈം വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, പക്ഷെ ഞാൻ ഇപ്പോൾ വെക്കുന്നില്ല. ഓൾമോസ്റ്റ് കുരുമുളകല്ലേ, പെട്ടെന്ന് പിടിച്ചോളും. അപ്പം ഞാനതിനെ ഫ്രൈ ചെയ്തിടാൻ പോവാണ്. പാന് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ മിക്സ് ചെയ്ത് വെച്ച് ഇതിനെ ഞാനിതിലേക്ക് വെച്ചെടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചേർത്തില്ല, ജസ്റ്റ് ഇത് പാനിലിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രൈ ചെയ്ത് നോക്കട്ടെ. ഓൾറെഡി ഞാൻ മസാല വരക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചില്ലേ, അപ്പം ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ വേണ്ട. നന്ന് ഡ്രൈ ആയതുപോലെ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കാരണം ഇതിൽ പാലൊരു മിക്സ് ആക്കുന്നുണ്ട്, അതിലും നമുക്ക് വെളിച്ചെണ്ണൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് നിങ്ങളുടെ പേടിച്ചതുപോലെ ഒഴിക്കുന്നത്, കാരണം ഇവിടെ നമുക്ക് അത്ര ഓയിലും വെളിച്ചെണ്ണൊന്നും വേണ്ട രണ്ടുപേർക്കും. അപ്പോൾ ഇതിനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്ത പോലെ ആക്കുന്നുണ്ട്. ഇതൊന്ന് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചതച്ചതല്ല അരിഞ്ഞ് വെച്ച് എൻ്റെ വെളുത്തുള്ളിയും ഇഞ്ചിയും അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതിൽ കിടന്നിട്ടൊന്ന് കുക്കായി എടുക്കട്ടെ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ അതൊന്ന് അവിടെ നിന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോഴേക്കും ഞാൻ എടുത്ത് വെച്ച തേങ്ങാപ്പാലിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് വേണ്ടിക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം, പക്ഷെ ഞാൻ ഇടുന്നില്ല, കാരണം എൻ്റെ പ്രോൺസിൽ അത്യാവശ്യം ഉപ്പുണ്ട്. കുറച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങാപ്പാൽ നമ്മുടെ പ്രോൺസിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലിനെ നല്ലോണം ഒന്ന് കുറുക്കിച്ചെടുത്ത് വെക്കണം. കുറുക്കിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനൊന്ന് വറ്റിച്ചെടുത്ത് വെക്കണം. അപ്പോൾ ഈ തേങ്ങാപ്പാലും ഈ ചെമ്മീനും ഒക്കെ പിടിച്ച് വരും. എന്നിട്ട് നമുക്കിതിനെ സെർവ് ചെയ്യാം. തേങ്ങാപ്പാൽ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇതുമായിട്ട് മിക്സ് ചെയ്തു. ഞാൻ ഇത്ര മാത്രമേ ആക്കുന്നുള്ളൂ, കാരണം എനിക്ക് കുറച്ച് ഗ്രേവി വേണം. ചപ്പാത്തിയാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്യാം. നമുക്കിനി ഇതിനെ സേവ് ചെയ്യാം. ചെമ്മീൻ എന്താ ഇതിൻ്റെ പേര്? വേങ്ങൽ പാൽ കൊഞ്ച്. ഈ പേര് പോലെ തന്നെ സൂപ്പറാണ്. ആ പാൽ ഒഴിച്ചതാണ് അടിപൊളിയാക്കിയ. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയായിന്. അങ്ങനെ നമ്മുടെ വേങ്ങൽ പാൽ കൊഞ്ചിന് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി സാധനമാണ്. ആ സ്മെല്ലും അടിപൊളിയാണ്, ടേസ്റ്റും സൂപ്പറാണ്. നിങ്ങൾക്ക് ആലോചിച്ചാൽ മതിയില്ല, മറ്റേ തേങ്ങാപ്പാലിൽ വെളിച്ചെണ്ണയും കറിവേപ്പിലയിലും ഒഴിച്ച് കുറുക്കിയെടുത്തൊരു സാധനം അതെങ്ങനെ ഉണ്ടാവും. ഞാൻ പറയുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് ആ ഇൻഗ്രീഡിയൻസ് കണ്ടപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും അടിപൊളി. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതും രാത്രി ഉണ്ടാക്കിയതിലും വെച്ചിട്ട് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഈ സാധനമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മത്തി പൊതുവേ അത്ര ഇഷ്ടമല്ല. മത്തിനേക്കാളും എല്ലാത്തിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടമുള്ള സാധനം ചെമ്മീനാണ്. അപ്പോൾ ചെമ്മീൻ വെച്ചിട്ട് എന്ത് സാധനം ഉണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ്. ഞാൻ ഉണ്ടാക്കിയ 2 ഐറ്റംസും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വെറുതെ അല്ല ഒരാൾ ഷെഫ് പിള്ളേൻ്റെ അടുത്ത് പോകണം, ഫുഡ് കഴിക്കണം എന്ന് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. കാരണം ഇതിപ്പം ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ ആ റെസിപ്പി നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണിത്. ആൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഓരോ ഇതും വെച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്, അല്ലാണ്ട് വേറെ ചാനൽസ് ഒന്നും നോക്കിയിട്ടില്ല. ആ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞോ അത് മൊത്തം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് രണ്ടിലും അത് മൊത്തം അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. പിള്ളേ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചും കൂടിയും സ്വന്തമായിട്ടുള്ള പൊടിക്കൈകളും ഉപയോഗിച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതായിരിക്കും അതിന് വേറൊരു ടേസ്റ്റും വരുന്നത്. ഇൻഷാല്ലാ ഒരു ദിവസം പോയിട്ട് അവിടുത്തെ ഫുഡൊന്ന് ട്രൈ ചെയ്യണം. ഇത് സെറ്റായിട്ടുള്ളൊരു സാധനമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ.